സമഭാവന രണ്ടാം ദിവസം. സാരി എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? സോറി, സാരിയല്ല, ധാവണി. അപ്പോൾ ഞാൻ രാവിലെ എത്തിയപ്പോൾ തന്നെ സ്ത്രീയെ സഹായിക്കുന്ന സ്ത്രീയെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ പരിപാടികളൊക്കെ ഗംഭീരമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ റൂമിൽ ചെന്നപ്പോൾ നമ്മുടെ ശ്രീതായിരുന്നു പുട്ടിയടിക്കുന്നുണ്ട്. ആർച്ചേച്ചി ഇവിടെ തകർത്തെഴുതി. ഡിസിപ്ലിൻ കമ്മിറ്റിയിലെ ഷാർവിൻ, ഗ്രീൻ പ്രോട്ടോക്കോളിലെ സയന, റിസപ്ഷനിലെ വിഷ്ണുപ്രിയ, എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ വെറും ഷോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ എല്ലാം പ്രോഗ്രാംസ് കോളേജിലുണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാംസൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചയായപ്പോഴത്തേക്ക് പോയി. ഫുഡാണല്ലോ മെയിൻ. കുറ്റുമലയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം ഓർഡർ ചെയ്യാറുള്ളത് ബിരിയാണിയാണ്. അതിന് മാറ്റം വരുത്തിയിട്ടില്ല. ഞങ്ങൾ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു, വയറ് നിറച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ റീലൊക്കെ എടുക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ അത് വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ പിള്ളേരുടെ ബാൻഡ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മളെല്ലാം ഫുൾ ഓണായിരുന്നു. എല്ലാവരും ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. കാരണം ഇടയ്ക്ക് ഇങ്ങനെ കച്ചേരി അത് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പ്രോഗ്രാംസാണ് ഇങ്ങനത്തെ ബാൻഡൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓബർത്ത് ബാൻഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ശേഷം നമ്മളത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറ്റുമുല്ലിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു 100 ഫോട്ടോ എടുപ്പാണ് എല്ലാവരും. പിന്നെ ഈവനിങ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ട് കച്ചേരി ഉണ്ടായിരുന്നു, OTC ഉണ്ടായിരുന്നു, പിന്നെ കഥകളിയായിരുന്നു. അത് കുറച്ച് നേരം അധികം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നപ്പോൾ നമ്മൾ അതിനൊന്ന് തല കാണിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഥകളിയൊക്കെ കണ്ടു. ഞാൻ കുറച്ച് ദൂരെ ഇപ്പോൾ താമസിക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത്രയുള്ള വിശേഷം. ബൈ.